പണ്ട് രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് വടക്കംകൂർ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശമായ ഒരു പ്രകൃതിരമണീയമായ കാർഷിക മേഖലയായിരുന്നു കല്ലൂർക്കാട്. വടക്കംകൂറിന്റെ അതിർത്തിയായി നിർണയിക്കപ്പെട്ടിരുന്ന നെടുങ്കോട്ടയോട് ചേർന്നിട്ടുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഇത്. 1749 തിരുവിതാംകൂർ സ്റ്റേറ്റ് വടക്കംകൂറിനെ പിടിച്ചടക്കുന്നതോടുകൂടിയാണ് കല്ലൂർക്കാടിന്റെ ചരിത്രം തന്നെ മാറുന്നത്. നെടുങ്കോട്ടയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ, അതായത് ഇന്നത്തെ കോട്ട റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ ആളുകൾ കുടിയേറി പാർക്കുകയും കൃഷി ചെയ്ത് ഉപജീവനം നടത്തുകയും ചെയ്തു. എടുത്തു പറയത്തക്ക ഒരു പുരോഗതിയും ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല കല്ലൂർക്കാട്. തികച്ചും കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറെ ആളുകൾ താമസിക്കുന്ന സ്ഥലം. തൊടുപുഴ താലൂക്ക് രൂപീകൃതമാകുന്ന സമയത്ത് കുമാരമംഗലം വില്ലേജില് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി നിലകൊള്ളുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു കല്ലൂർക്കാട്. എന്നാൽ കർഷകനായ പടിഞ്ഞാറേ മാളിയേക്കൽ ഉലഹന്നാൻ ത്രേസ്യ ദമ്പതികളുടെ ഇളയ പുത്രനായി ഒരാൾ ജനിക്കുകയുണ്ടായി. 1909 സെപ്റ്റംബർ 14 പേര് PJ ജോസഫ് അഥവാ വലരിയിൽ കൊച്ചാപ്പ്. മത്തായി, വർക്കി, ചാക്കോ എന്നീ സഹോദരങ്ങളും അന്നക്കുട്ടി എന്നൊരു സഹോദരിയുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സ്കൂൾ പഠനകാലത്ത് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെയായിരുന്നെങ്കിലും കൃഷിയോട് അദ്ദേഹത്തിന് പ്രത്യേകം ഒരു താല്പര്യമുണ്ടായിരുന്നു. പഠനം കഴിഞ്ഞ് പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്നത്തെ കോസ്മോപൊളിറ്റൻ ലൈബ്രറിയുടെയും സെന്റ് അഗസ്റ്റ്യൻസ് ചർച്ചിന്റെയും അതുപോലെ കപ്സി ബാങ്കിന്റെയും പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉത്തമ സുഹൃത്തായ ശ്രീ കുന്നേൽ മത്തായി സാറും കൂട്ടിനുണ്ടായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിയുടെ കാലത്ത് കല്ലൂർക്കാട് എന്ന ഈ കൊച്ചു ഗ്രാമത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ സ്നേഹത്തോടെ എല്ലാവരും വിളിച്ചിരുന്നത് കൊച്ചാപ്പ് എന്നായിരുന്നു. അന്ന് മണ്ഡലം പ്രസിഡന്റായി ചുമതല ഏറ്റുകൊണ്ടാണ് പൊതുപ്രവർത്തനത്തിന്റെ മുൻനിരയിലേക്ക് അദ്ദേഹം വരുന്നത്. പഞ്ചായത്ത് ഭരണം നിലവിൽ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കല്ലൂർക്കാടിന്റെ പ്രഥമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഒരു പാർട്ടിയിലും സജീവമായിരുന്നില്ല. നാടിന്റെ വികസനം മാത്രമായിരുന്നു ലക്ഷ്യം. തുടർച്ചയായി 25 വർഷങ്ങൾ പ്രസിഡന്റായി നിലകൊള്ളുകയും വീടിനേക്കാൾ കൂടുതൽ നാടിനെ സ്നേഹിക്കുകയും ചെയ്തു. ഇക്കാലം അത്രയും ഒരു ആനുകൂല്യങ്ങൾ പോലും അദ്ദേഹം കൈപ്പറ്റിയിരുന്നില്ല. ഇന്നത്തെ ഇന്ത്യൻ ബേക്കറി ഇരിക്കുന്ന കെട്ടിടമാണ് അന്നത്തെ ആദ്യത്തെ പഞ്ചായത്തിന്റെ കെട്ടിടം. ഇത് പടിഞ്ഞാറേ മാളിയേക്കൽ ഉലഹന്നാൻ ചാക്കോയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടമായിരുന്നു. കോട്ട റോഡിന്റെ പുറംപോക്കിൽ കുടിയേറി താമസിച്ചിരുന്നവർക്ക് ഭവനം ഉണ്ടാക്കി നൽകുന്നതിനായി ഹരിജൻ കോളനിയും ലക്ഷം വീട് കോളനികളും സ്ഥാപിച്ചു. പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം പടുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇതിലേക്ക് മാറ്റിയതിനു ശേഷം കല്ലൂർക്കാട് പള്ളിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് അത്യാധുനിക രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കുന്നതിനും കൊച്ചാപ്പേട്ടൻ മുഖ്യ പങ്കുവഹിച്ചു. തുടർന്ന് AEO ഓഫീസ്, ട്രഷറി, രജിസ്ട്രാർ ഓഫീസ്, PW ഓഫീസ്, റെസ്റ്റ് ഹൗസ്, ടെലിഫോൺ എക്സ്ചേഞ്ച് അങ്ങനെ വിവിധങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിച്ചു. അടുത്ത ലക്ഷ്യം ഒരു സർക്കാർ ആശുപത്രി, അതായത് കുടുംബ ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കുക എന്നതായിരുന്നു. അതിനായി ഇപ്പോഴത്തെ കല്ലൂർക്കാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ സമീപത്തായിട്ടുള്ള പടിഞ്ഞാറേ മാളിയേക്കൽ ബിൽഡിംഗ് ഉപയോഗപ്പെടുത്തി. തുടർന്നാണ് ഇപ്പോഴുള്ള ബിൽഡിംഗിലേക്ക് ആശുപത്രി മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനുശേഷം മൃഗാശുപത്രി, KSEB ഓഫീസ്, വില്ലേജ് ഓഫീസ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസ്, മഹിളാ സമാജം ഓഫീസ് എന്നിവ സ്ഥാപിച്ചു. കൊച്ചാപ്പ് ചേട്ടന്റെ ശ്രമഫലമായി കല്ലൂർക്കാട് 4 പ്രൈമറി സ്കൂളുകളാണ് സ്ഥാപിക്കപ്പെട്ടത്. അതിൽ 2 പഞ്ചായത്തിന്റെ വകയും 2 സർക്കാർ വകയുമായിരുന്നു. ആദ്യത്തേത് വെള്ളാരങ്കൽ സ്കൂളായിരുന്നു, രണ്ടാമത്തത് മരുതൂർ സ്കൂള്, മൂന്നാമതായി സ്ഥാപിച്ചത് മണീന്ദ്രം സ്കൂളായിരുന്നു, 4ാമതായി സ്ഥാപിച്ചത് കൂച്ചൻ സ്കൂളും. ഇതിനോടൊപ്പം തന്നെ കലൂർ ടൗണിൽ ഒരു ലൈബ്രറിയും അതുപോലെ തന്നെ ഒരു മാർക്കറ്റും സ്ഥാപിച്ചു. കല്ലൂർക്കാട് ടൗണിൽ കപ്സി ബാങ്കിന്റെ പിറകിലായി ഒരു കാർഷിക മാർക്കറ്റ് ആരംഭിച്ചു. അതിനോടൊപ്പം തന്നെ ഒരു പൊതു കിണറും ഒരു ശൗചാലയവും അതുപോലെ വലിയൊരു വാട്ടർ ടാങ്കും സ്ഥാപിച്ചു. ടൗണിലേക്കും അതുപോലെ പരിസര പ്രദേശങ്ങളിലേക്കും ആവശ്യമായ ശുദ്ധജലം വിതരണം ചെയ്തിരുന്നത് ഈ ടാങ്കിൽ നിന്നായിരുന്നു. നാട്ടിൻ പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി കുളങ്ങളും അതുപോലെ കിണറുകളും താത്തി ആവശ്യമായ ശുദ്ധജല വിതരണം നടത്തിയിരുന്നു. ഇന്നും ആ പഞ്ചായത്ത് കിണറുകൾ പല സ്ഥലങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ പഞ്ചായത്തും പഞ്ചായത്തിനോട് ചേർന്നിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഇരുന്ന സ്ഥലങ്ങളെല്ലാം സംഭാവനയായി നൽകിയത് ഇളംപ്ലാശ്ശേരി മനയിലെ വാസുദേവൻ നമ്പൂതിരിയായിരുന്നു. അദ്ദേഹത്തെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കൊച്ചാപ്പ് ചേട്ടനും സുഹൃത്തുക്കളും ചേർന്ന് കോസ്മോപൊളിറ്റൻ ലൈബ്രറിയിൽ ആദ്യമായിട്ട് കല്ലൂർക്കാട് ഒരു റേഡിയോ എത്തിച്ചു. തുടർന്ന് കൊച്ചാപ്പ് ചേട്ടന്റെ നേതൃത്വത്തിൽ കാട്ടാങ്കോട്ടിൽ സണ്ണി ഇവിടെ ഒരു സിനിമാ തിയേറ്റർ ആരംഭിച്ചു. അത് 1987 വരെ ഇവിടെ നിലനിന്നിരുന്നു. PWD ഓഫീസും ഷോപ്പിംഗ് മാളും അതുപോലെ പോലീസ് സ്റ്റേഷനും റെസ്റ്റ് ഹൗസും എല്ലാം തുടങ്ങുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചത്. അങ്ങനെ എല്ലാവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുമുള്ള ഒരു കൊച്ചു ടൗണായി കല്ലൂർക്കാട് മാറി. അങ്ങനെ നാട്ടിൻപുറങ്ങളിലേക്ക് പോകാനുള്ള റോഡുകൾ സജ്ജമായി, അവയെല്ലാം ടാറിട്ട് മനോഹരമാക്കി. വാഹന സൗകര്യങ്ങൾ നിലവിൽ വന്നു. അങ്ങനെ കല്ലൂർക്കാടിന്റെ പേര് വാനോളം ഉയർന്നു. എന്തെങ്കിലും കാര്യം സാധിക്കാനായി തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ കാര്യം സാധിച്ചേ തിരിച്ചു വരികയുണ്ടായിരുന്നുള്ളൂ. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം.
കല്ലൂർക്കാട് എടാട്ടേൽ ചാക്കോ ഏലി ദമ്പതികളുടെ അന്നക്കുട്ടി എന്ന മകളുമായിട്ടായിരുന്നു വിവാഹം. അങ്ങനെ കല്ലൂർക്കാടിന്റെ പ്രശസ്തി വാനോളം ഉയർന്നുകൊണ്ടിരുന്ന സമയത്ത് കല്ലൂർക്കാട് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി പഞ്ചായത്ത് സെസ് പിരിക്കുന്നതിനെ കുറിച്ചൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധ യോഗത്തിൽ തന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന പ്രസംഗം കേട്ട് അദ്ദേഹത്തിന് ആദ്യമായി നെഞ്ചുവേദനയുണ്ടായി. ഹോസ്പിറ്റലിലായ അദ്ദേഹം തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ 1982 ഒക്ടോബർ 13 അദ്ദേഹം ഇകലോകവാസം വെടിഞ്ഞു. മരണവിവരമറിഞ്ഞ് കല്ലൂർക്കാട് ടൗണിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. പിറ്റേ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കുകയും തുടർന്ന് പള്ളിയിലേക്കുള്ള യാത്രയിൽ പോലീസ് സ്റ്റേഷൻ പടിക്കൽ വെച്ച് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തതും ഒരിക്കലും മറക്കാനാവാത്ത കാര്യങ്ങളാണ്. ഒട്ടനവധി വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഉചിതമായ അന്ത്യയാത്ര നൽകി. ഉത്തമ സുഹൃത്തായ ജോൺ മാതേക്കൽ അച്ഛന്റെയും കോതമംഗലം രൂപതയുടെ മെത്രാനായ മാർ ജോർജ് പുന്നക്കോട്ടിലിന്റെയും മഹനീയമായ സാന്നിധ്യത്തിൽ കല്ലൂർക്കാട് പള്ളിയിലെ കുടുംബക്കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചു. ഇന്നും ജനമനസ്സുകളിൽ പൂർണ്ണ ശോഭയോടെ തിളങ്ങുന്ന അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്കായി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു.